ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നു എന്ന് ജമ്മു കാശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ പറയുന്നു. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയാണ് ഈ നീക്കം തുടങ്ങിയിരിക്കുന്നത്. വിദ്യാർത്ഥികളെ എംബസി ക്രമീകരിച്ച ബസ്സുകളിൽ ഖാം നഗരത്തിലേക്ക് മാറ്റുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. അച്യുതൻ, പക്ഷേ കശ്മീരിൽ നിന്ന് ധാരാളം വിദ്യാർത്ഥികൾ ഇറാനിലുണ്ട്. അവരിൽ അധിക പേരും ഭൂരിഭാഗം പേരും എനിക്ക് തോന്നുന്നു അവർ മെഡിസിൻ വിദ്യാർത്ഥികളാണ്. അവിടെ അവരോട് മാറാൻ വേണ്ടി നേരത്തെ തന്നെ ഇന്ത്യ നിർദ്ദേശം നൽകിയതാണ്. പക്ഷേ അവർക്ക് ഈ മാസം അവർക്ക് പരീക്ഷ ആയതുകൊണ്ടാണ് പല വിദ്യാർത്ഥികളും ഇറാനിൽ നിന്ന് മാറാൻ മടിച്ചത്. അവരെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഖാം നഗരത്തിലേക്ക് മാറ്റുന്നു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നുണ്ടല്ലോ. കഴിഞ്ഞ ദിവസം ഖമനിയുടെ വധത്തിൽ പ്രതിഷേധിച്ച് വലിയ പ്രക്ഷോഭം കാശ്മീരിൽ നടന്നതാണ്. ഇപ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന വിവരം? ഈ വിദ്യാർത്ഥികളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ടോ? GK, ആശ്വാസകരമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ ഇറാനിൽ നിന്നും ലഭിച്ചിരിക്കുന്നത്. ആ വിവരമാണ് ജമ്മു കാശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ പങ്കുവച്ചിരിക്കുന്നത്. അതായത് ഇറാനിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറ്റുന്നു എന്നതാണ് ആ വിവരം. ടെഹ്റാനിലെ ഇന്ത്യൻ എംബസിയാണ് ഈ ഇന്ത്യൻ വിദ്യാർത്ഥികളെ ഈ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്ന പ്രവർത്തനങ്ങളിലേക്ക് ഇപ്പോൾ ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിനുവേണ്ടി പ്രത്യേകമായി ക്രമീകരിച്ചിട്ടുള്ള ബസ്സുകളിൽ ടെഹ്റാനിൽ നിന്ന് വിദ്യാർത്ഥികളെ ഖോം നഗരത്തിലേക്കാണ് മാറ്റുന്നത്. എല്ലാ വിദ്യാർത്ഥികളും സുരക്ഷിതരാണ് എന്ന വിവരം കൂടി ജമ്മു കാശ്മീർ സ്റ്റുഡൻസ് അസോസിയേഷൻ പങ്കുവെക്കുന്നുണ്ട്. ഈ വ്യോമപാതയിലെ നിലവിലെ പല തരത്തിലുള്ള അനിശ്ചിതത്വം നിലനിൽക്കുന്നു. വ്യോമപാതകളിലെ സ്ഥിതി മെച്ചപ്പെടുന്നതോടുകൂടി തന്നെ ഒഴിപ്പിക്കൽ ഉണ്ടാകും എന്ന വിവരവും സ്റ്റുഡൻസ് അസോസിയേഷൻ അറിയിക്കുന്നുണ്ട്. ഏതാണ്ട് 4000-ഓളം വരുന്ന ഇന്ത്യക്കാർ ഇറാനിലുണ്ട് എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെ പക്കലുള്ള കണക്ക്. അതിൽ ബഹുഭൂരിപക്ഷവും ജമ്മു കാശ്മീരിൽ നിന്നുള്ള വിദ്യാർത്ഥികളാണ്. ഇതിനോടകം തന്നെ ജമ്മു കാശ്മീരിൻ്റെ വിവിധ സ്റ്റുഡൻസ് അസോസിയേഷനുകൾ ആശങ്ക അറിയിക്കുകയും ചെയ്തു. എന്തായാലും നിലവിൽ ലഭിക്കുന്ന ആശ്വാസകരമായ വാർത്ത, എല്ലാ വിദ്യാർത്ഥികളും സുരക്ഷിതരാണ്, അവരെ സുരക്ഷിത ഇടങ്ങളിലേക്ക് മാറ്റുന്നു എന്ന വാർത്തയാണ്. GK, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.